ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നോ വൺ സ്പീക്സ് ഓഫ് ഹൗ ടെൻഡർലൈസ് ഫീഡ് ഓൺ ദ ഫ്രൂട്ട്സ്, റിട്ടൺ ബൈ സാൻ ഫോറസ്റ്റ് ഫിലിപ്സ്. സാൻ ഫോറസ്റ്റ് ഫിലിപ്സ് ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. സോ സാൻ ഫോറസ്റ്റ് ഫിലിപ്സ് ഈസ് എ ബ്ലാക്ക് ക്യൂർ പോയറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഒഹിയോ യു എസ് എയിൽ ഒഹിയോയിലുള്ള ഒരു ബ്ലാക്ക് ക്യൂർ പോയറ്റാണ് സാൻ ഫോറസ്റ്റ് ഫിലിപ്സ് എന്ന് പറയുന്നത്. ദെയർ പോയംസ് ടോക്ക് അബൌട്ട് ഐഡൻറ്റിറ്റി, നാച്ചർ, ഡെത്ത്, ജെൻഡർ, കളർ ആൻഡ് ഫ്രീഡം. അവരുടെ പോയംസ് എല്ലാം അവരുടെ പോയത്തിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, നാച്ചർ, ഡെത്ത്, ജെൻഡർ, കളർ ആൻഡ് ഫ്രീഡം. ഇതൊക്കെയാണ് അവരുടെ പോയത്തിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ദെയർ ഫസ്റ്റ് പോയട്രി ബുക്ക് ഹൾ വോൺ ദ ലംബാർഡ ലിറ്റററി അവാർഡ് 2020 അവരുടെ പോയട്രി ബുക്കായിട്ടുള്ള ഹള്ളിന് ലബാർഡ ലിറ്റററി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ദെയർ റൈറ്റിംഗ് ഓഫൺ കണക്ട് പേഴ്സണൽ പെയിൻ, സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഹീലിംഗ് ത്രൂ നാച്ചർ. അപ്പോൾ അവരുടെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ സൊസൈറ്റിയിൽ നിന്ന് അവർ അനുഭവിക്കുന്നുണ്ട്. സോ സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹിക അനീതി, സമൂഹത്തിലെ അനീതികളൊക്കെ അതിൽ കാണിക്കാറുണ്ട്. പിന്നെ അവർ സ്വയം അതിൽ നിന്ന് സമാധാനം കണ്ടെത്തുന്നത് പ്രകൃതിയിലൂടെയാണ്, ഹീലിംഗ് ത്രൂ നാച്ചർ. ഇതിന് ഈ പോയത്തിനെ കുറിച്ച് നോക്കാം. പബ്ലിഷ്ഡ് in 2019 in poem A Day by the Academy of American Poets. The poem talks about death, decay, rebirth, identity and freedom. ഇപ്പോൾ ഈ ഒരു പോയത്തിലുള്ള പ്രധാന തീം എന്ന് പറയുന്നത് ഡെത്ത്, മരണമാണ്. ദെൻ മരണത്തിന് ശേഷം നമ്മൾ നശിച്ചു പോകുന്നത്, ഡീക്കെ ആവുന്നത്. ദെൻ റീബർത്ത്, പുനർജന്മം, ഐഡൻറ്റിറ്റി ആൻഡ് ഫ്രീഡം. ഇറ്റ് ഷോസ് ഹൗ ലൈഫ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ഡെത്ത് ആൻഡ് ഹൗ ദ ബോഡി ബിക്കംസ് വൺ വിത്ത് നാച്ചർ. ദെൻ പിന്നെ ഇത് കാണിക്കുന്നത് മരണത്തിന് ശേഷം പിന്നീട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് ഹൗ ദ ബോഡി ബിക്കംസ് വൺ വിത്ത് നാച്ചർ. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ബോഡി നാച്ചറിനോട് അലിഞ്ഞു ചേരുന്നത്. ദ പോയം ഈസ് ഷോർട്ട്, പവർഫുൾ ആൻഡ് ഡീപ്ലി ഇമോഷണൽ. ഈ പോയം എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ പോലും ഒറ്റ സ്റ്റാൻസയിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് ആൻഡ് ഡീപ്ലി ഇമോഷണലാണ്. ഓക്കെ, ദെൻ ഈ ഇവിടെ പോയറ്റ് പറയുന്നത് ടു ഷോ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇതാണ് നമ്മുടെ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം. ദ പോയറ്റ് വാണ്ട് ടു സേ ദാറ്റ് ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. പോയറ്റ് നമ്മളോട് പറയുകയാണ്, ഡെത്ത് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. ഈവൻ ആഫ്റ്റർ ഡെത്ത് അവർ ബോഡി ബിക്കംസ് പാർട്ട് ഓഫ് നാച്ചർ, ഹെൽപ്പിംഗ് പ്ലാന്റ്സ്, ട്രീസ് ആൻഡ് സോയിൽ. മരണത്തിന് ശേഷം നമ്മുടെ ബോഡി എന്തിൻ്റെ ഭാഗമാണ്? പ്രകൃതിയുടെ, നാച്ചറിൻ്റെ ഭാഗമാണ്. പ്ലാന്റ്സിനെയും ട്രീസിനെയും സോയിൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പല രീതിയിൽ അത് സഹായിക്കുന്നുണ്ട്. ദിസ് ഷോ ദാറ്റ് ബ്യൂട്ടിഫുൾ കണക്ഷൻ ബിറ്റ്വീൻ ലൈഫ്, ഡെത്ത് ആൻഡ് നാച്ചർ. ഇത് കാണിക്കുന്ന വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഡെത്തും നാച്ചറും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ സംതിങ് ന്യൂ ഗ്രോസ് ഫ്രം വാട്ട് ഹാസ് ഡൈഡ്. ഇപ്പോൾ ഏതൊരു സംഗതിയും ജനിക്കുന്നത് എന്തോ ഒന്നിൽ നിന്ന് അവസാനത്തിലൂടെയാണ്. അതായത് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാകും എന്ന് പറയുന്നത് പോലെ സംതിങ് ന്യൂ ഗ്രോസ് ഫ്രം വാട്ട് ഹാസ് ഡൈഡ്. അപ്പോൾ എന്താണ്, ഒരു പുതിയ സംഗതി ഉണ്ടാകുന്നത് തന്നെ ഒരു വേറെ സംഗതി അവിടെ ഇല്ലാതാകുമ്പോഴാണ്. ദെൻ ടു ഫൈൻഡ് പീസ് ആൻഡ് ഫ്രീഡം ഇൻ നാച്ചർ. ദ പോയറ്റ് ഫീൽസ് ദാറ്റ് നാച്ചർ ഗിവ്സ് കംഫർട്ട് ആൻഡ് ഹീലിംഗ്. പോയറ്റ് പറയുന്നുണ്ട്, പ്രകൃതി നമുക്ക് എന്ത് നൽകുന്നുണ്ട്? കംഫർട്ട് ആൻഡ് ഹീലിംഗ്. അതായത് ഒരു തരത്തിലുള്ള ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഒരു ഹീലിങ്ങും ഒരു സമാധാനവും നമുക്ക് പ്രകൃതി നൽകുന്നുണ്ട്. ഇൻ ഡെത്ത് ദേ ഫൈനലി ബിക്കം ഫ്രീ ഫ്രം സൊസൈറ്റീസ് പെയിൻ, റൂൾസ് ആൻഡ് പ്രോബ്ലംസ്. മരണത്തിലൂടെ നമ്മൾ പിന്നെ എന്തിൽ നമുക്ക് നമ്മൾ സ്വതന്ത്രമാവുകയാണ്. സൊസൈറ്റീസ് പെയിന്. ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവരെ സൊസൈറ്റി പല രീതിയിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റൂൾസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പം മരണത്തിലൂടെ അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർ ഫ്രീ ആവുകയാണ്. ദ എർത്ത് അക്സെപ്റ്റ് എവരി വൺ നോ മാറ്റർ ഹൂ ദേ ആർ. ഭൂമി മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അവർ വലിയവനാണോ, പണക്കാരനാണോ, ബ്ലാക്കാണോ, വൈറ്റാണോ ഒന്നും നോക്കുന്നില്ല, ഒരേ രീതിയിലാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ത്രൂ ഡെത്ത് ദ പോയറ്റ് ഫീൽസ് പീസ്, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. മരണത്തിലൂടെ ആ പോയറ്റ് എന്ത് ചെയ്യാണ്? സമാധാനവും ഫ്രീഡവും ഇക്വാലിറ്റിയും ലഭിക്കുകയാണ്. മരണത്തിലൂടെ അവർക്ക് എന്ത് കിട്ടുകയാണ്? അവർക്ക് ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത പലതും എന്ത് ചെയ്യാണ്? മരണത്തിലൂടെ അവർക്ക് കിട്ടുകയാണ്. സമാധാനം കിട്ടുന്നുണ്ട്. കാരണം ഒന്നിൻ്റെ പേരിലും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. കളറ് ബ്ലാക്ക് ആയതിൻ്റെ പേരിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. പ്രകൃതി എല്ലാവരെയും ഒരുപോലെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ to speak about identity and pain. As a black queer person, the poet has faced injustice, rejection and loneliness. ഒരു ബ്ലാക്ക് ആയതിൻ്റെ പേരിൽ പോയിട്ട് ഒരുപാടധികം അനീതികൾ, റിജക്ഷനും ലോൺലിനെസ്സും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ദ ലൈൻ റോട്ടിംഗ് ഇൻ ദ റോങ് ഹെമിസ്ഫിയർ ഷോസ് ദാറ്റ് ദേ ഫെൽറ്റ് ഔട്ട് ഓഫ് പ്ലേസ് ഇൻ ദ വേൾഡ്. അവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടും ഒരു ഔട്ട് ഓഫ് പ്ലേസ് ഇവിടെ ഇല്ലാത്തതുപോലെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ദ പോം ദ എക്സ്പ്രസസ് ദ പെയിൻ ഓഫ് നോട്ട് ബീയിങ് അക്സെപ്റ്റഡ് ആൻഡ് ദ ഡിസയർ ടു ഫൈൻഡ് ബിലോങ്ങിങ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ നാച്ചർ ഓർ ഡെത്ത്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? എന്താണ്?
ദ പെയിൻ ഓഫ് നോട്ട് ബീങ് അക്സെപ്റ്റഡ്. അവരെ അംഗീകരിക്കാത്തതിൻ്റെ വേദനയാണ് അവരെ ഒരു ബ്ലാക്ക് ആയതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നില്ല, അവരെ ആളുകൾ അംഗീകരിക്കുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതാണ് അവർ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ കേൾക്കാൻ, അവരെ അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മരണത്തിലൂടെയാണ് അത് പോസിബിൾ ആകുന്നത് എന്നാണ് അവർ പറയുന്നത്. മരണത്തിൻ്റെ അങ്ങനെ ആരുമില്ല, എല്ലാവരും ഈക്വലാണ്. Then the poet says they died, so all my enemies would tremble at my murmur. This means their spirit and voice are powerful even after death. എന്താ വെച്ചാൽ അവർ പറയുന്നത്, ഈ ഒരു ലൈനിലൂടെ അവർ പറയുന്നത്, മരണത്തിന് ശേഷം അവരുടെ വോയിസ് എന്താണ്, അവരുടെ ആത്മാവും വോയിസൊക്കെ ഭയങ്കര പവർഫുള്ളാണ്, ഈവൻ ആഫ്റ്റർ ഡെത്ത്. ദേ വാണ്ട് ടു ഷോ ദാറ്റ് നോ വൺ ക്യാൻ സൈലൻസ് ദെയർ ട്രൂത്ത്, നോട്ട് ഈവൻ ഡെത്ത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രൂത്തിനെ സൈലൻ്റ് ആക്കാനായിട്ട് പറ്റില്ല, അത് മരണത്തിനാണെങ്കിൽ പോലും. ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് കറേജ് ആൻഡ് റെസിസ്റ്റൻസ്. ദെൻ ഇത് എന്താണ്, കറേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഒരു മെസ്സേജ് കൂടിയാണ് ഇത്. ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ആൻ അൺഫെയർ വേൾഡ്. ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് എ വേൾഡ് ദാറ്റ് ഡിസ്ട്രോയ് നാച്ചർ ആൻഡ് ഇഗ്നോർസ് പൂർ പീപ്പിൾ. എന്താണ് ഈ പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നതെന്ന് വെച്ചാൽ, എ വേൾഡ് ദാറ്റ് ഡിസ്ട്രോയ് നാച്ചർ ആൻഡ് ഇഗ്നോർസ് പൂർ പീപ്പിൾ. ഈ ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകളെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ങനെയുള്ള ജനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ദേ ഹാഡ് നോ ഇൻഷുറൻസ്, മീനിങ് ദേ കുഡൻറ്റ് അഫോർഡ് ഹെൽത്ത് കെയർ. എന്ത് ചെയ്യുന്നില്ല, അവർക്ക് നല്ലൊരു അഫോർഡായിട്ടുള്ള ഹെൽത്ത് കെയറോ കാര്യങ്ങളൊന്നും ആർക്ക് കിട്ടുന്നില്ല, ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല. ദിസ് ഷോസ് എക്കോണമിക് ഇൻഇക്വാലിറ്റി ആൻഡ് ലേക്ക് ഓഫ് കെയർ ഇൻ സൊസൈറ്റി. ഇതിൽ അത് കാണിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തെയും അതുപോലെ തന്നെ ലേക്ക് ഓഫ് കെയർ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലും ഡിസ്ക്രിമിനേറ്റ് അനുഭവപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു നല്ലൊരു കെയറോ കാര്യങ്ങളോ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. ത്രൂ ദിസ് പോം ദ പോയറ്റ് ഈസ് പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് കോളിംഗ് ഫോർ അവെയർനെസ് ആൻഡ് ചേഞ്ചസ്. ഈ ഒരു പോയത്തിലൂടെ പോയിട്ട് എന്താണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, ആൻഡ് കോളിംഗ് ഫോർ അവെയർനെസ് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു അവെയർനെസ്സിന് വേണ്ടിയിട്ട് അവർ പറയുകയാണ്.